എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെയൊക്കെ പ്രദീപൻ മാഷ്, ഞാൻ പ്രദീപേട്ടെന്ന് വിളിക്കും. പ്രദീപേട്ടൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നിൽക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആൾ നമ്മെ വിട്ടുപോകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം എഴുതിയൊരു നാടകത്തിൻ്റെ ചർച്ചയായിട്ട് എന്നോട് സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങളൊരു സെക്ഷൻ ഇരുന്നിരുന്നു. ഒരു 2-3 മണിക്കൂർ അദ്ദേഹത്തിന് തിയേറ്ററിനെ കുറിച്ചുള്ള ധാരണകളും എഴുത്തിനെക്കുറിച്ചുള്ള ധാരണകളുമൊക്കെ വളരെ ശക്തമാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ചില ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഈ അവതരണ കലകളും പ്രകാശന മാധ്യമവും ഇങ്ങനെയൊരു ചിന്ത തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പ്രകാശന മാധ്യമം, മീഡിയം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പെർഫോമിംഗ് ആർട്സിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജനറലി മനുഷ്യനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, എന്താണ് നമ്മൾ പ്രകാശനം ചെയ്യുന്നത്? അവിടെ കലയ്ക്ക് എന്താണ് സാധ്യത? അപ്പം ഞാൻ തിയേറ്ററിനെ കുറിച്ച് ആലോചിക്കുക, എങ്ങനെയാണ് തിയേറ്റർ രൂപപ്പെട്ടിട്ടുള്ളത്? എവിടെ നിന്നാണ് ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവതരണ കലയുടെ ആരംഭം? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എവിടെ നിന്നായിരിക്കാം നാടകം രൂപപ്പെടുന്നത്? നമ്മളിപ്പോൾ ഈ നിങ്ങളെൻ്റെ പ്രൊഫൈൽ വായിച്ചപ്പോൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട്, ഞാൻ BSc കെമിസ്ട്രിയാണ് പഠിച്ചത് ആദ്യം, പിന്നെ കലയിലേക്ക് വന്നതാണ്. സയൻസിൽ നമ്മളെങ്ങനെയാണ് പഠിക്കുക ഓരോ കാര്യത്തിനെ? അതിൻ്റെ റൂട്ടിലേക്ക് വീണ്ടും വീണ്ടും പോകും അല്ലേ? ആറ്റത്തെ വീണ്ടും ചെറുതാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ ട്രൈ ചെയ്യും. എന്താണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കലയിലും ഒരർത്ഥത്തിൽ അങ്ങനെയാണ് അന്വേഷണം. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി, ആലോചിക്കാൻ തുടങ്ങി, എന്താണ് അവതരണ കല? നാടകമാണോ അവതരണ കല? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവതരണ കല, പ്രകടന കല, അങ്ങനെ പല വാക്കുകളിൽ നമുക്ക് പറയാൻ പറ്റും. നാടകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? എന്തെങ്കിലും വരുന്നുണ്ടോ? എന്താ വരുന്നത്? സ്കൂളിൽ കണ്ട നാടകമാണോ? യുവജനോത്സവത്തിൻ്റെ വേദിയാണോ? ഒന്നും വരുന്നില്ല. നാടകം കണ്ടിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? യെസ്. എന്താ നാടകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? എനി ഇമേജ്, എനി സൗണ്ട്, എന്തെങ്കിലും മെമ്മറീസ്? നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്താ നാടകം എന്നൊരു വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണോ നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, നിങ്ങൾ ഓർക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. ഒന്നും ഓർക്കുന്നില്ല? ഒന്നും പറയ്. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ക്ലിയർ ആണോ? ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ടേ. പക്ഷേ ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റുമോ? സ്റ്റേജാണ്, തൂക്കിയിടുന്ന മൈക്ക്. ഓക്കെ. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? നാടകം എന്ന് പറയുമ്പോൾ ടിങ് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഡയലോഗ് പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അച്ഛാ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നാടകത്തിൻ്റെ വളരെ രസകരമായൊരു ചരിത്രമുണ്ട്. അതായത് നാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ അഭിനയമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ? ഭയങ്കര ഓവർ ആക്ടിങ് നമുക്ക് പറയാവുന്ന, ഈ പറഞ്ഞ പോലെ തൂങ്ങിക്കിടക്കുന്ന മൈക്ക്. ഇത് നാടകം കണ്ടിട്ടില്ലാത്തവർക്കും കണ്ടിട്ടുള്ളവർക്കും ഒക്കെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഈ ഇമേജ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരു 1920കളോട് അടുപ്പിച്ചുള്ള സമയം, കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയില്ല, 10നും 20നും ഇടയിൽ റഷ്യയിലുള്ളൊരു തിയേറ്റർ ഗ്രൂപ്പ് നാടകം പരിശീലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരിശീലനം നടക്കുന്ന സ്റ്റുഡിയോനകത്തേക്ക് എല്ലാ നടന്മാരും വരും. അവർ രാവിലെ മുതൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ഇവർ സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പം ലേറ്റ് നൈറ്റ് പോകും, ചിലപ്പം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ കൂട്ടത്തിലൊരു നടൻ വളർത്തു നായയെ കൊണ്ടിട്ടാണ് വരുന്നത്. ഈ നായയെ പുറത്ത് നിർത്തും. പക്ഷേ ഈ റിഹേഴ്സൽ അവസാനിക്കുന്ന സമയം കൃത്യമായിട്ട് നായയ്ക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും ഒരു സമയത്തല്ല അവർ അവസാനിപ്പിക്കുക.
ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ പെട്ടെന്ന് നിർത്തും. അതിന് മുന്നേ പലരും ഡോറ് തുറന്ന് പുറത്തേക്കൊക്കെ വരും, പക്ഷേ നായ അനങ്ങില്ല, നായ അവിടെ കിടക്കുന്നുണ്ടാവും. റിഹേഴ്സൽ അവസാനിച്ച് ഇവർ പുറത്തിറങ്ങുമ്പോൾ നായ റെഡി, അതെൻ്റെ യജമാനെ കാത്ത് വാതിൽക്കൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ആലോചിക്കാൻ തുടങ്ങി, എങ്ങനെ നായക്ക് ഇത്ര കൃത്യമായിട്ട് റിഹേഴ്സൽ അവസാനിക്കുന്നത് മനസ്സിലാവുന്നു? നായ കാണുന്നില്ല, നായ എങ്ങനെ ഇത് സെൻസ് ചെയ്യുന്നു? അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, മനുഷ്യന്മാരൊക്കെ മനുഷ്യരെ പോലെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നായക്ക് മനസ്സിലാവും ഇയാളുടെ നാടക പരിപാടി തിന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അച്ഛാ അമ്മയെന്നൊക്കെയുള്ള സംസാരം നിർത്തി നമുക്ക് പോയാലോ, സമയമായി, ബസ്സിൽ വരാറായി എന്ന് പറയുമ്പോൾ നായക്ക് മനസ്സിലായി മനുഷ്യർ മനുഷ്യരെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ആളുടെ പേരാണ് സ്റ്റാനിസ്ലോവ്സ്കി എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഈ അഭിനയ ആക്ടിങ് മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രപ്പോസ് ചെയ്യുന്ന ഈ നായയുടെ കേൾവിയിൽ നിന്നാണ്. അതായത് നായ കേട്ട നാടകത്തിൻ്റെ ഒരു ശബ്ദത്തിൽ നിന്നാണ് പുതിയൊരു അഭിനയ സിദ്ധാന്തം തന്നെ അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കും മനുഷ്യരെ പോലെ സംസാരിച്ചുകൂടാ? ഇതൊരു യൂറോപ്യൻ തോട്ടിൽ വരുന്നതാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടകത്തിൻ്റെ കൾച്ചറില്ല, നമുക്ക് അവതരണത്തിൻ്റെ കൾച്ചറാണുള്ളത്, നമുക്ക് പെർഫോമൻസിൻ്റെ കൾച്ചറാണുള്ളത്. പെർഫോമൻസിൻ്റെ കൾച്ചറിൽ മെലോഡ്രാമയല്ല, മെലോഡ്രാമ നമുക്കില്ല. മെലോഡ്രാമ ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ നിന്ന് വരിക, നമ്മുടെ അധിനിവേശത്തിൻ്റെ ഭാഗമായി പാഴ്സി നാടകങ്ങളും സംഗീത നാടകങ്ങളും ഒക്കെ വന്നിട്ട് നമ്മളിൽ കയറി കൂടിയിട്ടുള്ളൊരു സംവിധാനമാണ്. ആ സംവിധാനത്തിലാണ് നമ്മൾ ഈ കാണുന്ന പ്രൊസീനിയം എന്ന് പറയുന്ന കർട്ടൻ ഇട്ടിട്ടുള്ള നാല് ഭാഗവും ചുമരുകളുള്ള ഒരു ഭാഗത്തെ ചുമര് മാറ്റിയിട്ടുള്ള ഈ നാടക രൂപമുള്ളത്. പക്ഷേ നമുക്ക് നാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താ, ചായയും പഴംപൊരിയാണോ? എല്ലാവരുടെയും ശ്രദ്ധ പഴംപൊരിയാണോ സമൂസയാണോ എന്നല്ലേക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീനിയം എന്ന് പറയുന്ന കർട്ടൻ ഇട്ടിട്ടുള്ള ഈ സ്റ്റേജാണ് നമ്മുടെ സങ്കല്പത്തിൽ ഇപ്പോഴും നാടകം. പക്ഷേ നമ്മുടെ അവതരണത്തിൽ ഇപ്പോൾ പുള്ളി നേരത്തെ സംസാരിച്ച തെയ്യത്തെക്കുറിച്ചാണ്. തെയ്യത്തിൻ്റെ സ്പേസ് നമ്മുടെ അവതരണ ഇടമാണ്. ആ അവതരണ ഇടം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ്. എവിടെ നിന്നിട്ടും ആളുകൾക്ക് കാണാം. കാരണം പുതിയ കാലത്തേക്ക് വരുമ്പം പെർഫോമൻസ് മേക്കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ ആളുകൾ റീഡിഫൈൻ ചെയ്യുന്നു എന്താണ് അവതരണം. ഈ അവതരണത്തിനകത്ത് ഈ കർട്ടൻ ഇല്ല, കുറച്ച് സ്പേസ് എന്ന സങ്കല്പമാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സൗണ്ടിനെക്കുറിച്ചും നിശബ്ദതയെക്കുറിച്ചുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് ഈ അവതരണ ഇടങ്ങൾ, അതായത് ഒരു സ്പേസ് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം വെളിച്ചം ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു, വെളിച്ചം ഉണ്ടായ സമയം. നിങ്ങൾക്ക് എന്ത് വ്യത്യാസം ആ സമയത്ത് ഫീൽ ചെയ്ത്? ഒരേ കാര്യം ഒരേ ഫ്ലോയിൽ ഒരാൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളും അതേ ശ്രദ്ധയോടുകൂടെ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടായി, വെളിച്ചം പോയി, ശബ്ദവും മാറി. എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത്? നിങ്ങളുടെ അനുഭവത്തിൽ എന്തായാലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ അനുഭവത്തെ ആ ഒരു വെളിച്ചം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ലൈറ്റ് ക്രിയേറ്റ് സൈക്കോളജി എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് സൗണ്ടും. നമ്മൾ വിചാരിക്കും നമ്മൾ ദൃശ്യത്തിനുള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, പക്ഷേ നമ്മൾ ശബ്ദത്തിനുള്ളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദമില്ലാത്ത ഒരു ലോകത്തെ ഇമാജിൻ ചെയ്യുമ്പോഴാണ് ശബ്ദം എത്രത്തോളം നമ്മുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മ്യൂസിക് എന്താണെന്ന് ചോദിച്ചാൽ മ്യൂസിക് ഇസ് സൈലൻസ് എന്ന് പറയാറുണ്ട്. ശബ്ദത്തിനിടയിൽ വരുന്ന നിശബ്ദതകളാണ് സംഗീതമായിട്ട് മാറുന്നതെന്ന്. അപ്പോൾ ഈ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡ്രമാറ്റർജി ഓഫ് സൗണ്ട്, അതായത് ശബ്ദത്തിൻ്റെയും സമയത്തിൻ്റെയും സമകാലിക അവതരണത്തിൽ എങ്ങനെയാണ് ശബ്ദവും നിശബ്ദതയും ഇടപെടുന്നത്, എങ്ങനെ ശബ്ദം തന്നെ ഒരു ആർട്ടായിട്ട് മാറുന്നു, അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ്, ഇതാണ് നമ്മൾ ഒന്ന് പറഞ്ഞു പോകാൻ പോകുന്നത്. ഒരു പക്ഷേ എനിക്കൊന്ന് മരീന അബ്രമോവിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടാണ് തുടങ്ങി. നൂറ പറഞ്ഞു 1 മിനിറ്റ് അല്ല, അത് മണിക്കൂറുകൾ നീണ്ട പെർഫോമൻസാണ്. ടൈം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ 9 മണിക്കൂറാണ് അവരുടെ പെർഫോമൻസ് പോവുക. അവരിതേപോലെ ഒരു ടേബിളിലിരിക്കും, നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കാം. നിങ്ങൾക്ക് എത്ര സമയം അവിടെ ഇരിക്കാൻ പറ്റുമോ അത്രയും സമയം ഇരിക്കുക, നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. ചില ആളുകൾ അവിടെ വന്നിരുന്നാൽ എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അതാണ് ആ പെർഫോമൻസിൻ്റെ
ക്വാളിറ്റി ഓഫ് പ്രസൻറ്റേഷൻ. 3-4 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പെർഫോമൻസാണ്. അതിനകത്ത് ഈ അറ്റ്മോസ്ഫിയർ സൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും, തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന സ്ഥലത്തു നിന്നൊക്കെ സൗണ്ട് സ്കേപ്പുകൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദുബായിൽ ഒരു വർക്കുമായിട്ട് ഒരു 3-4 മാസം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ തിരിച്ചെത്തി. അപ്പോൾ ഈ ദുബായിലുള്ള മെട്രോ യാത്രകളിൽ എല്ലാ യാത്രകളിലും ഞാൻ സൗണ്ട് റെക്കോർഡ് ചെയ്തെടുത്തു. അപ്പോൾ ഈ സൗണ്ട് മാത്രം മതി അവിടുത്തെ ഒരു കൾച്ചറിനെ, അവിടുത്തെ അനുഭവത്തെ നമുക്ക് കിട്ടാൻ. പല ഭാഷകൾ സംസാരിക്കുന്ന ഒരു മെട്രോ ട്രെയിൻ, നമുക്കിത് എവിടുത്താണെന്നറിയില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തമിഴ് പറയുന്ന ആളുണ്ട്, ഹിന്ദി പറയുന്ന ആളുണ്ട്, ചൈനീസ് പറയുന്ന ആളുണ്ട്, അറബി സംസാരിക്കുന്ന ആളുണ്ട്. എന്നാൽ ഇതൊന്നും വ്യക്തമല്ല. അവർ പറയുന്ന എന്താന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മീനിങ്ങിനേക്കാൾ കൂടുതൽ അനുഭവത്തിലേക്ക് സൗണ്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അതാണ് ഞാൻ ചോദിച്ച ഈ വെളിച്ചത്തിൻ്റെ കാര്യം. അതായത് നമ്മുടെ നാടകത്തിനകത്ത് നമ്മൾ കല കണ്ടാൽ നമ്മളെപ്പോഴും പറയാമല്ലേ, എനിക്ക് മനസ്സിലായി, അല്ലെ എനിക്ക് മനസ്സിലായില്ല, അതിനകത്തുള്ള കഥ മനസ്സിലായില്ല. എന്നാൽ തെയ്യം കണ്ടിട്ട് ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നിങ്ങളൊരു കല്യാണത്തിന് പോയി എന്ന് കരുതുക. നിങ്ങളൊരു കല്യാണത്തിന് പോയി, നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടോ കല്യാണത്തിന് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു മുസ്ലിം കല്യാണത്തിന് പോവുക, അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് ആരെങ്കിലും ഈ അറബി അറിയുന്ന ആൾക്കാർ പോലും അന്വേഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ എക്സ്പീരിയൻസോ നിങ്ങൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു ക്രിസ്ത്യൻ മാരേജിന് പോയി, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് ഈ വായിൽ വെള്ളം കൊടുക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ എപ്പോഴും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഹിന്ദു കല്യാണത്തിന് പോയി എന്തൊക്കെ കാല് പിടിക്കുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണ്, അരി എറിയുന്നു, ഇതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് അതിലൊന്നും അർത്ഥം അന്വേഷിക്കണ്ട. പക്ഷെ നാടകമാണെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നല്ലേ. കാരണം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, മീനിങ് ഫുള്ളാണ്. പക്ഷെ മീനിങ്ങിലല്ല നമ്മുടെ ഫോക്കസ്. അപ്പോൾ നേരത്തെ ഈ മരണാനുകരണത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ മരണാനുകരണം എന്ന് പറഞ്ഞ നാടകം എൻ്റെ ഓർമ്മയിലുള്ള ഒരു സൗണ്ടിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള എൻ്റെ ശ്രമത്തിൽ നിന്നാണ് ആ നാടകമായിട്ട് വരുന്നത്. ആ സൗണ്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ മുത്തപ്പന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അപ്പോൾ മുത്തപ്പന് കൊടുക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ നാട്ടിൽ മുത്തപ്പന് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ പോകും. അപ്പോൾ പോകുന്ന സമയത്ത് ഈ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതൊരു വലിയ പെർഫോമൻസാണ്. നമ്മളിപ്പോൾ ഈ സൈറ്റ് സ്പെസിഫിക് പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പെർഫോമൻസാണ്. അപ്പോൾ ഇതിനകത്ത് ഇലയിൽ ഭക്ഷണവും സാധനങ്ങൾ വെച്ച് ഇല വെച്ചിട്ട് ഒരു മടക്കും. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്, ഇല പൊട്ടുന്ന ടക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട്. എന്നിട്ട് അത് വെക്കും. എന്നിട്ട് എല്ലാവരുടെ കയ്യിലും അരിയും പൂവൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തേക്ക് വേണ്ടതൊക്കെ പ്രാർത്ഥിച്ചോളാനാണ് പറയാം. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ആളുകൾ ഈ അരി എറിയുന്നൊരു സൗണ്ട് ഉണ്ട്, ഇലയിൽ വീഴുന്നത്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ അന്വേഷിക്കുന്നത് ഈ സൗണ്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ ഈ സൗണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഈ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ചില അന്വേഷണങ്ങൾ, ഈ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് നമുക്കിപ്പോൾ ഒരു കഥ കിട്ടുന്നു, അതിന് പകരം ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ സൗണ്ടാണ്. ഇതാണ് എൻ്റെ ടെക്സ്റ്റ്. ഒരു സൗണ്ടിനെ ടെക്സ്റ്റായിട്ട് എടുത്ത് ഈ സൗണ്ടിനെ എങ്ങനെ ആളുകളിലേക്ക് ഒരു പെർഫോമൻസ് ആയിട്ട് എത്തിക്കാൻ പറ്റും എന്ന ആലോചനയിൽ നിന്നാണ് ഈ അവതരണം മുഴുവൻ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഈ സൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം സൈലൻസാണ്. നിങ്ങൾ സൈലൻസിനെ അഡ്രസ്സ് ചെയ്യുകയും സൈലൻസിനെ മനസ്സിലാക്കുകയും സൈലൻസിനെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നിടത്താണ് സൗണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജോൺ കേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസീഷ്യൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 4 minutes 33 seconds എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് പീസാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഈ ലൈറ്റ് ഒന്ന് കട്ട് ചെയ്യോ? ഈ സൗണ്ട്, ഇതിന് സൗണ്ട് കിട്ടില്ലേ? സൗണ്ടില്ല? എൻ്റെ ലാപ്പിനകത്ത് കേൾക്കാമെന്ന് വിചാരിക്കും. ഈ കേബിളില്ല? ഓക്സില്ലേ?
എന്നുള്ള പാട്ടല്ലേ? പക്ഷേ ഏറെമാൻ അതിനകത്ത് എടുത്ത പണി നിങ്ങൾ കണ്ടിട്ടില്ല. നമ്മളെ കേട്ട് പോകരുത്. കിട്ടിയോ? എന്തൊരു സൗണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടു? കിളികളുടെ സൗണ്ടിന് മുന്നേ ഒരു ബാങ്കുള്ളിയിലെ ഒരു മീറ്ററാണ് പുള്ളി പിടിക്കുന്നത്. എന്നിട്ട് നേരെ അതിനെ മിക്സ് ചെയ്യുന്നത് എന്താ? കിളികളുടെ സൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യും. ബാക്കി ഒന്നുകൂടെ ആദ്യം മുതൽ പ്ലേ ചെയ്യും. ബാങ്കുള്ളിയാണ്, പക്ഷേ വേർഡ്സ് കറക്റ്റ് റെഫറൻസ് ആണ്. ആ അനുഭവം ആദ്യം ക്രിയേറ്റ് ചെയ്തു, പിന്നെ കിളികളടിച്ച് അനുഭവത്തിന് മാറ്റും. പക്ഷെ ആ ലെയർ ഇങ്ങനെ കണ്ടിന്യൂ. അടുത്ത ബീറ്റ് വായിക്കുന്നു വന്നു. നമ്മളിപ്പോഴുള്ള അനുഭവത്തിന് ഒന്നുകൂടെ കയറ്റി നമ്മളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് കേൾക്കുമ്പോൾ നിൽക്കുക, അതിനെ ചേഞ്ച് ചെയ്യും. ആ ബീറ്റ് നല്ല സൗണ്ട് കേട്ട ആ ബീറ്റ് നമ്മൾ ടോട്ടലി നമ്മുടെ ബോഡിയെ ചെയ്യും. നമ്മള് കാരണം മൂന്ന് പീസുകളാണ്. ആദ്യത്തെ ഒരു സൗണ്ട് സ്കേപ്പ് ഇട്ട്, ബാങ്കുള്ളിയുടെ സൗണ്ട് സ്കേപ്പ് ഇട്ട് നമ്മളൊരു ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് അടുത്ത കിളികളുടെ സൗണ്ട് ഇടുന്നു, ചെയ്തു. ഞാൻ നുസ്രത്തിനെ പറയാനുള്ള കാരണം എന്താ പറയുക? നുസ്രത്തിന്റെ ഖവാലികളുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഏറോമൻ ഒരു 10 സെക്കൻഡ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇത് നുസ്രത്തിന്റെ ഖവാലിയിലേക്ക് വരുമ്പോഴേക്ക് ആദാൻ മുഴുവൻ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും ഈ ആദ്യത്തെ ഒരു പോർഷൻ, ഒരു ലെയർ പോവുക. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ തകിടം മാറും. ചില സമയത്ത് നല്ല ബാങ്കുളി കേട്ടാൽ നമ്മളങ്ങ് നിന്നു. പലപ്പോഴും നമ്മുടെ പ്രശ്നം വെച്ചാൽ കേരളത്തിൽ ബാങ്കുളിക്കുന്ന ആൾക്കാരുടേതാണ്, അവരും ചടങ്ങ് പോലെ വിളിച്ചു പോകുന്നതാണ്. അത് ഉള്ളിൽ തട്ടി വിളിച്ചാൽ അതിന്റെ സൗണ്ട് നമ്മളൊന്ന് ടച്ച് ചെയ്യും. അതിന്റെ വേർഡ്സ് നമ്മൾ പറയുന്നത് അതാണ് ആർട്ട്, സൗണ്ടിന്റെ ആർട്ട്. അപ്പൊ ഈ സൗണ്ട് ഡ്രമാറ്റർജി അല്ലെ സൗണ്ട് സീനോഗ്രഫി എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ അറിയാത്ത വാക്കുകളാണ് പേടിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ ഒരു പശ്ചാത്തലമായിട്ട് മാറും. ചില സമയത്ത് നമ്മുടെ ഓർമ്മകളായിട്ട് മാറും. ചില സൗണ്ടിന് തന്നെ മെമ്മറി ഉണ്ട്. അതുപോലെ നമ്മുടെ മെമ്മറിക്ക് സൗണ്ടുകൾ ഉണ്ടാകും. രണ്ടും ക്ലിയർ ആണല്ലോ. സൗണ്ടിന് ഒരു മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം അലക്കുന്ന സൗണ്ട് നമ്മൾ കുറച്ചൊരു 10-20 വർഷം മുന്നേ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ പല സ്കേപ്പുകളിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു അലക്കുന്നത്. നമുക്കറിയാം ഇന്ന തോട്ടുന്നതാണ്, ഇത് ഇന്ന ആളാണ് അലക്കുന്നത് വരെ നമുക്ക് കേട്ടിട്ട് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ ഇന്നത് ആ സൗണ്ട് സ്കേപ്പ് മാറി. ഞാൻ എൻ്റെ നാട്ടിലൊരു പ്രൊജക്ട് ചെയ്തിരുന്നു. അതായത് നമ്മുടെയൊക്കെ ഒരു 60 വയസ്സുള്ള 60-ന് മുകളിലേക്കുള്ള തലമുറ കേട്ട ശബ്ദങ്ങൾ കളക്ട് ചെയ്യണം. അപ്പൊ ഇവർ കേട്ട ശബ്ദങ്ങൾ, ഇവർ കളിച്ച കളികൾ നമുക്ക് അറിയില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി, അവര് തന്നെ മറന്നുപോയി. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന ചില സൗണ്ട് സ്കേപ്പുകൾ ഈ നമ്മുടെ മൊത്തം കൾച്ചറിനെ എന്താ പറയാ, നെല്ല് കുത്തുന്ന സൗണ്ട്. എൻ്റെ നാട്ടിലൊക്കെ നെല്ല് കുത്തലുണ്ടോ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുന്നുണ്ട്, കാരണം അത്രയും ഉണ്ടായിരുന്നു. പിന്നെ ഈ ചക്കിലാട്ടുന്നതിന്റെ സൗണ്ട്, ഇതൊക്കെ നമ്മുടെ സൗണ്ട് കൾച്ചറാണ്. ഈ കൾച്ചറിനുള്ളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സൗണ്ട് കൾച്ചറിനെ കണ്ടെത്തി ഇതിന് ആർട്ട് മേക്കിങ്ങിലേക്ക് യൂസ് ചെയ്യരുത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അരി ഇടുന്ന സൗണ്ട് ഒരു നാടകത്തിന്റെ റൂട്ടായിട്ട് മാറുകയാണ്, അല്ലെ ഒരു അവതരണത്തിന്റെ റൂട്ടായിട്ട് മാറുകയാണ്. ഈ അലക്കിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് ഞാൻ പറഞ്ഞത്, ഇത് നമ്മളിപ്പോ ഈ നമ്മള് അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. അറ്റ്മോസ്, DTS എന്നൊക്കെ സിനിമ തിയേറ്ററിൽ അല്ലേ? ഡോൾബി അറ്റ്മോസ് ഒന്നും നിങ്ങൾ കേട്ടില്ലേ? യെസ്. അപ്പൊ ഈ ഡോൾബി അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത് സൗണ്ടിനെ ട്രാവൽ ചെയ്യിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഓരോ സ്പീക്കറുകൾ വെച്ച്, നിങ്ങളൊക്കെ ചിലപ്പോൾ ഹോം തിയേറ്ററിലൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗ്രാമത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് മുഴുവൻ ഇത് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ നമുക്ക് ഇത് സ്പീക്കറിൽ കണക്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സൗണ്ടുകൾ കേൾപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ തൽക്കാലം പറഞ്ഞു തന്നെ പോവാം.
അപ്പോൾ എങ്ങനെ ഈ അവതരണത്തിനകത്തേക്ക് സൗണ്ടുകൾ വരുന്നു? നമ്മളിപ്പോഴും അവതരണത്തിലെ പശ്ചാത്തല സംഗീതമാണ് ഓർക്കുക. പശ്ചാത്തല സംഗീതത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിനപ്പുറത്ത് ഒരാൾ നടക്കുന്നതിൻ്റെ ശബ്ദം, ഒരാൾ ഇതെടുക്കുന്നു, ഇതിനൊരു സൗണ്ട് ഉണ്ട് അല്ലേ? ഇതിപ്പോൾ ഞാൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിനകത്തുനിന്ന് വെള്ളം താഴേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് സൗണ്ട് മാറി. ഞാനിത് ചുരുട്ടി വലിച്ചെറിയുന്നു എന്ന് വിചാരിക്കുക, ഇത് മാറി. അപ്പോൾ ഈ സൗണ്ടിൻ്റെ ക്യാരക്ടർ ആക്ടറിൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് വരാൻ തുടങ്ങും. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സാധനം എടുത്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അഭിനയിക്കുകയൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഈ സൗണ്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് ഇതായാലോ, ഞാൻ പ്രത്യേകിച്ച് ആക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആക്ടർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാറും. ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല അല്ലേ? അത് എൻ്റെ ബോഡിയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സൗണ്ടാണ്. ഞാൻ 2 ഇടി സ്ട്രോങ് ആയിട്ട് ഇടിച്ചാൽ എൻ്റെ ചിരി കട്ടാവും. അത് നിങ്ങൾ കൈയൊന്ന് ടൈറ്റാക്കി പിടിച്ചാൽ എല്ലാവരും നന്നായി ടൈറ്റായി പിടിക്കും. 2 കൈ എനിക്ക് ഇത് 2 കൈ ശരി പിടിച്ചോ, ടൈറ്റ് ചെയ്യണം. കണ്ണ് നേരെ ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചേ. നിങ്ങൾ എന്തിലേക്കും ഒന്ന് ഫോക്കസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. പതുക്കെ കൈ റിലാക്സ് ചെയ്തേ, റിലാക്സ്. നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? കാണിക്കാം. ഈ പൊളിറ്റിക്കൽ വോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. പോളിഷ് തിയേറ്റർ ഡയറക്ടർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ചെയ്യുന്നത്. അവരെപ്പോഴും വോക്കൽ എങ്ങനെ ഒരു ആക്ടറിൻ്റെ സൗണ്ട്, അവരുടെ ശ്വാസത്തിൻ്റെ ശബ്ദമൊക്കെ എങ്ങനെ ഒരു പെർഫോമൻസ് ആക്കി മാറ്റാം എന്ന് ആലോചിക്കുന്ന മാർത്ത ഗോർണിക്ക എന്നാണ് അവരുടെ പേര്. പോളിഷ് ഡയറക്ടറാണ്. വളരെ പ്രധാനപ്പെട്ട ചില സൗണ്ട്സ്കേപ്പ് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ്. അവരുടെ ഒരു വർക്ക് ഞാൻ കാണിക്കാം. മെമ്മറിയിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരാൾ ഇവിടുന്ന് കൂക്കി വിളിക്കുന്നു വിചാരിക്കുക. ഈ സൗണ്ട് ഓരോ ആളുകളിലും പല രീതിയിലാണ് അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാലത്തെ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻഡിവിജ്വലായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് അതിനെ നയിക്കാൻ സാധിക്കണം എന്നുള്ള. എല്ലാവർക്കും ഒരേ അനുഭവമല്ല നിർമ്മിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത പ്ലേയിനകത്ത് നമ്മൾ 3 സൗണ്ട്സ്കേപ്പുകളാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് തീ, രണ്ടാമത്തേത് ജലം, അഗ്നി, ജലം, പിന്നെ മണ്ണ്. ഈ 3 സൗണ്ട്സ്കേപ്പുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കിയിരുന്നത്. 3 രീതിയിൽ. അത് എന്താ പറയുക, രണ്ട് ആളുകളുടെ കഥയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിലൂടെ 2 അമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇയാളുടെ അമ്മ, അവരുടെ മരണം തീയിലൂടെയാണ്. തീയാണ് അവരുടെ റെഫറൻസ്. അവർ തീയിലേക്ക് നടന്നു പോയിട്ട് മരിക്കുന്ന പോലെയാണ്. നമ്മൾ നാടകത്തിൽ അതൊന്നും കാണിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഈ സൗണ്ട്സ്കേപ്പ് എടുക്കുന്ന അതാ. ഈ മനുഷ്യൻ്റെ അമ്മ, കുട്ടിക്കാലം മുതൽ ഇയാളെ വളർത്തിയിട്ടുള്ള അമ്മ, ഇയാൾ നാട് വിട്ട് പോകുന്നതിലൂടെ ഒരു ഘട്ടത്തിൽ മരണത്തിലേക്ക് പോവുകയാണ്. ഈ മരണത്തിൻ്റെ ടെക്സ്ചർ, ഇതിൻ്റെ സൗണ്ട് ഒക്കെ തീയിലേക്ക് ഒരാൾ, കാരണം ഒരു ആത്മഹത്യ ചെയ്യുന്ന പോലുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ ഈ തീയുടെ സൗണ്ടാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇയാളുടെ അച്ഛനായിട്ടുള്ള ആൾ. ഇയാൾ അച്ഛൻ ആരാന്ന് അറിയുന്നില്ല. ഈ അമ്മയും ഇയാളും തമ്മിലുള്ളൊരു പ്രശ്നം അതായിരുന്നു. ഈ അച്ഛൻ്റെ മരണത്തിൽ മണ്ണിൻ്റെ സൗണ്ടുകളാണ്. എന്താ പറയുക, ഖബറിലെ മണ്ണ് എല്ലാ മനുഷ്യനെയും ഇറുക്കിപ്പുണരും എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ മണ്ണിൻ്റെ സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ മനുഷ്യൻ്റെ യാത്രകളെ മൊത്തം, അല്ലെങ്കിൽ ഇയാളുടെ അന്വേഷണത്തിൻ്റെ, ഇയാളുടെ ജ്ഞാന പദ്ധതികളെ ഇയാൾ കണ്ടെത്തുന്നതിനൊക്കെ വെള്ളത്തിൻ്റെ സൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് വാട്ടർ പോലെ ഇയാൾ ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഈ അമ്മയുടെ മരണം തീയുടെ ഒരു പശ്ചാത്തലത്തിലും, തീയുടെ പശ്ചാത്തലമല്ല സൗണ്ടിനകത്തും തീയുടെ അനുഭവത്തിനകത്തും നടന്ന് നേരെ അടുത്ത സീന് വെള്ളത്തിലേക്കാണ് വരുന്നത്. ഈ വെള്ളത്തിൽ ഇരുന്ന് വെള്ളത്തിൻ്റെ സൗണ്ട്സ്കേപ്പിലാണ്
ഇയാളുടെ യാത്രയിൽ കണ്ടെത്തിയ അമ്മ ഇയാളോട് പറയുന്നത്, നീ നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. നീ പോകുന്നതിനോടുകൂടെ നിൻ്റെ അമ്മയുടെ മനസ്സും അവരെ വിട്ടു പോയിട്ടുണ്ട്. ഇതാ ഈ നിമിഷം അവരുടെ ജീവനും അവരെ വിട്ടു പോകും. നീ തിരിച്ച് നിൻ്റെ നാട്ടിലേക്ക് പോകും എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 സൗണ്ട്സ്കേപ്പുകളാണ് ആ പ്ലേനെ മൊത്തത്തിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സൗണ്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഒരു പശ്ചാത്തല സംഗീതം കയറ്റി കൊടുക്കും. വളരെ ഇമോഷണലായിട്ടുള്ള സീനുകൾക്ക് നമുക്ക് ഡൗൺലോഡഡ് ആയിട്ടുള്ള ചില സാധനങ്ങളായിരിക്കും നമ്മൾ പൊതുവേ ആൾക്കാർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നല്ല കമ്പോസേഴ്സിനെ വെച്ചിട്ട് നമ്മളൊരു സോങ് കമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യും. ഒരു മനുഷ്യൻ നടക്കുന്നതിനകത്ത് ഉള്ള സൗണ്ട് സംഗീതത്തെക്കാൾ തിയേറ്ററിക്കലായി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ സൗണ്ട് വെച്ചിട്ട് നമ്മളൊരു അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. ഞാൻ നേരത്തെ ഈ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്ട്രുമെൻറ്റും സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമായിരുന്നു. ഒരൊറ്റ സൗണ്ട് വീണാൽ മതി, നിങ്ങളുടെ മൊത്തത്തിലുള്ള മൂഡ് ആ സൗണ്ട് ലീഡ് ചെയ്യാൻ തുടങ്ങും. അത് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മുടെ സൈക്കോളജിയെ, നമ്മുടെ അനുഭവങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ ശബ്ദത്തിന് സാധിക്കുന്നു. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. നിങ്ങളുടെ ശബ്ദം, ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമുണ്ട് അല്ലേ, ഞാനിങ്ങനെ കുറച്ചുകൂടെ ബാസൊക്കെ കയറ്റി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നിങ്ങളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അനുഭവങ്ങൾ മൊത്തം മാറിപ്പോവും. ഞാനിങ്ങനെ പതുക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ വീണ്ടും മാറും. എൻ്റെ ഒരു അധ്യാപകനുണ്ടായിരുന്നു, പുള്ളി ക്ലാസ് എടുക്കുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിയേറ്ററിൻ്റെ ഗ്രീക്ക് ഹിസ്റ്ററിയെക്കുറിച്ചാണ്. ഗ്രീക്ക് ഹിസ്റ്ററി അപ്പോഴത്തേക്കാണ് ആൾക്കാർ ഇങ്ങനെ വരും. കാരണം ഇതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് അത് കേൾക്കണം. പിന്നെ ഇങ്ങനെ ഭയങ്കര സുഖമാണ് ക്ലാസ് എടുക്കാൻ. എന്നാൽ ആളൊരു പശ്ചാത്തല സംഗീതം ഇരുന്ന പോലെ ആൾ വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങുക. നമ്മളിങ്ങനെ നിന്ന് വരുമ്പോൾ ആൾ പതുക്കെ നമ്മളറിയാതെ വേണ്ട സൗണ്ടിലേക്ക് കയറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കേൾക്കുന്നുണ്ടോ? എന്താണ് നമ്മൾ കേൾക്കുന്നത്? നിങ്ങൾ ലാസ്റ്റ് കേട്ട സൗണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്താ നിങ്ങൾ ലാസ്റ്റ് കേട്ട സൗണ്ട് പറഞ്ഞോ? ഇപ്പം കേൾക്കുന്ന സൗണ്ട് തന്നെ അല്ലേ? എൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ ലാസ്റ്റ് കേട്ടത്. പക്ഷെ അത് മാത്രമാണോ നിങ്ങൾ കേൾക്കുന്നത്? അല്ല. അവിടെയാണ് ആർട്ട് വർക്ക് ചെയ്യുക. ആർട്ടിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് റോഷ്നി പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്നെ ഉപദേശിക്കാൻ പറഞ്ഞാണ്, പക്ഷേ അത് രസമായിരുന്നു. കാരണം എന്താ, ആൾ പറഞ്ഞ ഒരു പോയിൻ്റ് ഇതാ, ഒരു സെക്കൻഡിന് ഒരു നിമിഷം, സോറി ടീച്ചർ, ഒരു നിമിഷത്തിന് ഒരു നിമിഷമേ സമയമുള്ളൂ അല്ലേ? പക്ഷേ ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ ഒരു നിമിഷത്തേക്കാൾ കൂടുതൽ ഇരിക്കാൻ സാധിച്ചാൽ അത് കലയായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. ഒരു നിമിഷത്തേക്കാൾ കൂടുതൽ ഇരിക്കാൻ സാധിച്ചാൽ അത് കലയായിട്ട് മാറും. അത് കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു നിമിഷത്തേക്കാൾ കൂടുതൽ നിങ്ങളിരുന്ന വ്യക്തി എന്നുള്ള നിലയിലിരുന്ന എന്താ പറഞ്ഞാൽ നിങ്ങൾ ലോസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ സ്റ്റക്കായി പോകും. ഞാനങ്ങനെ ഇരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഒരു നിമിഷത്തേക്കാൾ കൂടുതൽ ഇരുന്നാൽ അവിടെ കലയുണ്ടാവും. കറക്റ്റാണത്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യത്. അതുപോലെ നമ്മുടെ പേഴ്സണൽ ലൈഫിനകത്ത് ഒരു നിമിഷത്തേക്കാൾ കൂടുതൽ ഇരുന്നാൽ നമ്മളവിടെ സ്റ്റക്കാണ്, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ തോന്നില്ല. അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടായൊരു ഡിസ്കഷനാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരു നിമിഷത്തിൽ നമ്മൾ ആ നിമിഷത്തേക്കാൾ കൂടുതൽ ഇരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും കൂടിയാണ് കല. നമുക്ക് സമയം അറിയാൻ പറ്റില്ല. നല്ലൊരു അവതരണം കണ്ടാൽ, അവതരണത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കപ്പെട്ടാൽ നമുക്ക് സമയം അറിയില്ല. നമ്മൾ നല്ലൊരു സിനിമ കണ്ടാൽ നമ്മൾ കരയും, ചിലപ്പം ചിരിക്കും. നമ്മളാണോ കരഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടു അല്ലേ? ഞാൻ ഇത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ചെയ്യില്ല. പക്ഷേ അവിടെയാണ് ആർട്ട്
നമ്മളിലേക്ക് വരുന്നത്. ആർട്ട് വന്ന് നിങ്ങളെ തൊടും, നിങ്ങൾ ആർട്ടിനെയും തിരിച്ചു തൊടും. ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ബോഡി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ ആർട്ടിനെ സമീപിക്കാറ്, പ്രത്യേകിച്ച് പെർഫോമൻസിന്. മൈക്കിൾ ചെക്കോവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാക്ടീഷണർ ഉണ്ട്. മൈക്കിൾ ചെക്കോവ് പറയുന്നൊരു വേർഡ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്നുള്ള. ആക്ടർ റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ റേഡിയേഷനാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം മാത്രം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുക എന്നുള്ള. ഞാൻ പക്ഷേ അത് ഒരർത്ഥത്തിൽ ആ റേഡിയേഷനെ ഞാൻ കാണുന്നത് ഒരു സെക്കൻഡ് ബോഡി എന്നുള്ളൊരു സങ്കല്പത്തിലാണ്. ഇപ്പം ഞാനിവിടുന്ന് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ പെർഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേറൊരു ശരീരം അവിടെ കല നിർമ്മിച്ചെടുക്കും. ആ നിർമ്മിച്ചെടുക്കുന്ന ശരീരം മുന്നോട്ടേക്ക് വരികയും നിങ്ങളുടെ ഒരു രണ്ടാം ശരീരം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അവിടെയാണ് നമ്മൾ കല കണ്ടിട്ട് നമ്മൾ കരയുക. നമ്മുടെ ശരീരത്തിന് പുറത്ത് വേറൊരു ഇമാജിനറി ഒരു ബോഡി അവിടെ നിർമ്മിക്കപ്പെടും. അത് കലയിൽ എപ്പോഴും സാധ്യമാകുന്നൊരു സംഗതിയാണ്. ആക്ടറിലും നിർമ്മിക്കപ്പെടും, കാണുന്നവരിലും നിർമ്മിക്കപ്പെടും. അവർ തമ്മിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ല, നമ്മുടെ ജീവിതമില്ല, ആ നിമിഷം മാത്രമേ ഉള്ളൂ, ആ ഒരു ടൈം. കാരണം എന്താണ് നാടകം എന്ന് ചോദിച്ചാൽ സമയത്തിൻ്റെ കലയാണെന്നാണ് ഞാൻ പറയാറ്. ടൈമാണ് അവിടുത്തെ മീഡിയം. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, എന്താ നമ്മൾ പ്രകാശനം ചെയ്യുന്നത്, അവതരണത്തിലൂടെ പ്രകാശനം ചെയ്യുന്നത് എന്താ? തിയേറ്ററിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ സമയം മാത്രമാണ്, മറ്റൊന്നുമല്ല. മറ്റേതൊക്കെ അതിൻ്റെ കൂടെ വരുന്നതാണ്. അതിൻ്റെ നിറങ്ങൾ, ശബ്ദം, ടൈമാണ്. അപ്പം ഞാനിവിടുന്ന് ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ ചൂണ്ടുന്നു, ഇങ്ങനെയും ചൂണ്ടാം. രണ്ട് ടൈമിലാണ് ഒരേ കാര്യം ചെയ്യുന്നത് അല്ലേ? കഴിഞ്ഞു. പക്ഷേ അത് ടൈം മാറിയപ്പോൾ എന്താ സംഭവിക്കുന്നത്? മൊത്തം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാറാൻ തുടങ്ങി. ഇതാണ് തിയേറ്ററിൻ്റെ ബേസ്. ഈ ടൈമിനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഈ ടൈമിനെ ഡിസൈൻ, അത് ഇനി ഇങ്ങനെ ആയാലോ വീണ്ടും മാറി, ഇതെന്താന്നുള്ളത് വീണ്ടും മാറി. ഇനി മറ്റേ എന്താ പറയുക, ഇങ്ങനെയാണ് ഈ നൃത്തത്തിലേക്കൊക്കെ പോകുന്ന ഈ ടൈമിനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, ഈ കൈ ഇങ്ങനെ പോകുന്നു, അത് സ്ലോ ഡൗൺ ചെയ്താൽ മൊത്തം മാറി. ഞാനിവിടുന്നതാ വെള്ളം എടുക്കുന്നു, ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ വെള്ളം എടുത്ത് തുറക്കുന്നതെങ്കിലോ മാറി. അപ്പോൾ ഞാൻ ഈ ടൈമിനെ ശബ്ദത്തിലേക്ക് കണക്ട് ചെയ്യാണ്. എങ്ങനെ? ഈ സമയത്തിൻ്റെ കലയാണ് തിയേറ്റർ എന്ന് പറയുമ്പോൾ സമയം തന്നെയാണ് ടൈമിനകത്തും വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് തിയേറ്ററിനകത്തുള്ള സൗണ്ട്? നമ്മൾ ആക്ടേഴ്സിൻ്റെ സൗണ്ട്, പെർഫോമറുടെ സൗണ്ട് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക് ഉണ്ട്. ഒരാൾ പാടുന്നതുണ്ടാവാം, ഡയലോഗ് ഉണ്ടാവാം, പിന്നെ സൗണ്ട് എഫക്ട്സ് എന്ന് പറയുന്ന സംഗതികളുണ്ടാവാം, നോയ്സ്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നോയ്സ്. പ്രധാനമായിട്ട് നമ്മൾ നേരത്തെയൊക്കെ കലയിൽ നിന്ന് എപ്പോഴും മാറ്റി വെച്ചിരുന്നൊരു സംഗതിയാണ് നോയ്സ്. ഇപ്പോൾ ഈ AC-യുടെ സൗണ്ട് അതൊരു നോയ്സാണ്. ഈ നോയ്സ് നിങ്ങൾക്കൊരു സൗണ്ട് സ്കേപ്പായിട്ട് യൂസ് ചെയ്യാം, വർക്ക് ചെയ്യാം. അപ്പോൾ സൗണ്ടിൻ്റെ എന്താണ് സൗണ്ട് എന്നുള്ളത്, സൗണ്ട് ഒരു ആർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, സൗണ്ട് തന്നെ സ്വയം ഒരു കലയാണ്. സൗണ്ടും സൈലൻസും മറ്റൊന്നിനെ സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഒരു കലയായി നിലനിൽക്കുന്നുണ്ട്. ആ സൗണ്ട് ഓർമ്മകളെ സൃഷ്ടിക്കാൻ സാധിക്കും. സൗണ്ട് ഒരു ലാംഗ്വേജായി മാറുന്നുണ്ട്. നിശബ്ദതയും ഒരു ലാംഗ്വേജായി മാറുന്നുണ്ട്. ഈ ലാംഗ്വേജ് വെച്ച് നമുക്ക് ആഖ്യാനങ്ങളെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും, അനുഭവങ്ങളെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതാണ് സൗണ്ടിൻ്റെ ഏറ്റവും പുതിയ കാലത്തുള്ള സാധ്യത. ശബ്ദം തന്നെ കലയായിട്ട് മാറുന്ന അനുഭവത്തിലേക്കാണ് പുതിയ പ്രാക്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.